വിഷ്ണുശാലിനിയുടെ പുതിയ എപ്പിസോഡിൽ സത്യഭാമയാണെങ്കിൽ അങ്ങനെ പറഞ്ഞുകൊണ്ട് പുറത്തേക്ക് ഇറങ്ങി വരുമ്പോൾ തൊട്ട് പിന്നാലെ കാർത്തിക വന്ന് നിൽപ്പുണ്ട്. അന്നേരം മോൾ ഇങ്ങോട്ട് വന്നേന്ന് പറയുമ്പോൾ എല്ലാവരെയും കാർത്തിക നോക്കുന്നുണ്ട്. പക്ഷെ എല്ലാവരും ദേഷ്യത്തോടു കൂടി ഇങ്ങനെ കാർത്തികയെ നോക്കി നിൽക്കുകയാണ്. തുടർന്ന് ഞാനിവിടെ നിന്നോളാം സത്യാമ്മയെന്ന് പറയുമ്പോൾ വേണ്ട ഇങ്ങോട്ട് വന്നേ, അങ്ങോട്ടിരിക്കുക എന്ന് പറഞ്ഞിട്ട് വിഷ്ണുവിൻ്റെ അടുത്തേക്ക് ചൂണ്ടിക്കാണിക്കുകയാണ്. തുടർന്ന് നിർബന്ധിച്ച് വിഷ്ണുവിൻ്റെ അടുത്തേക്ക് കാർത്തികയെ കൊണ്ടുപോയി ഇരുത്തുകയാണ്. ആർക്കും ഒട്ടും ഇഷ്ടപ്പെടുന്നില്ല അതെന്ന്. പിള്ളയ്ക്കോ പൊന്നിക്കോ പിന്നെ കമലിനോ രാഘവനാർക്കോ ഒന്നും ഇഷ്ടപ്പെടുന്നില്ല. തുടർന്ന് സത്യഭാമ പറയുകയാണ്, ദേ ആ ഇരിക്കുന്ന കാർത്തികയാണ് എൻ്റെ മകൻ വിഷ്ണുവിൻ്റെ ഭാര്യ. അതിലാർക്കെങ്കിലും ദേഹമോ നാവോ ഒക്കെ ചൊറിയുന്നുണ്ടെങ്കിൽ ഇപ്പം പറഞ്ഞേക്കണമെന്ന് പറയുകയാണ്. നേരവും ആരും ഒന്നും മിണ്ടുന്നില്ല. തുടർന്ന് പിള്ളയോടാണ് ദേഷ്യപ്പെടുന്നത്. പിള്ള നിങ്ങളെ ഇവിടെ നിർത്തിയിരിക്കുന്നത് കണക്ക് നോക്കാനും ബാക്കി കാര്യങ്ങളൊക്കെ നോക്കാനൊക്കെയാണ്, അല്ലാതെ ആരാരുടെ കൂടെ ജീവിക്കണം എന്നൊന്നും തീരുമാനിക്കാനല്ല. നിങ്ങളിവിടുത്തെ കാര്യസ്ഥനാണ് എന്ന് പറഞ്ഞിങ്ങനെ സത്യഭാമ വഴക്ക് പറയുകയാണ്. അന്നേരം ക്ഷമിക്കണം സത്യാമേ, കണ്ണിൽ കണ്ടത് പറഞ്ഞെന്നേ ഉള്ളൂ, ഞാൻ പറഞ്ഞില്ലെങ്കിൽ നാട്ടുകാർ പറഞ്ഞോളൂ എന്ന് പറയുകയാണ്. അന്നേരം പറയാനായിട്ട് നാട്ടുകാരിങ്ങ് വരട്ടെ. തൻ്റെ മകളെ പ്രായമായപ്പോഴേ കല്യാണം കഴിപ്പിച്ച് വിട്ടില്ലേ, ഇഷ്ടപ്പെട്ടവൻ്റെ കൂടെയല്ലേ അവൾ ജീവിക്കുന്നത്, ഇവിടെ നിന്നാരെങ്കിലും അത് ചോദിക്കാനായിട്ട് അങ്ങോട്ട് വന്നോ എന്ന് ചോദിക്കുകയാണ്. അന്നേരം പിള്ളയ്ക്ക് ഉത്തരമില്ലാതെ നിൽക്കുകയാണ്. തുടർന്നും സത്യഭാമ എല്ലാവരോടായിട്ട് പറയുന്നുണ്ട്, ഈ കാർത്തിക തന്നെ ആയിരിക്കും എൻ്റെ മരുമകൾ, എൻ്റെ ഭർത്താവും കൂടി കേൾക്കാനാണ് പറയുന്നത്. രാഘവേട്ടനല്ലേ പറഞ്ഞത് ഞാൻ എൻ്റെ മകൻ്റെ ഇഷ്ടത്തിന് എതിരായിട്ടാണ് നിൽക്കുന്നതെന്ന്. അന്ന് വിവാഹ മണ്ഡപത്തിൽ ഒരു പെൺകുട്ടി കാത്തിരിക്കെ ഇവൻ വേറൊരു പെൺകുട്ടിയെയും താലി കെട്ടിക്കൊണ്ട് വന്നു. അന്ന് ഞാൻ നിലവിളക്ക് കൊടുത്ത് സ്വീകരിക്കുകയാണ് ചെയ്തത്. പിന്നീടും അവൻ ഇപ്പോൾ ഇവളെ വിവാഹം കഴിച്ചുകൊണ്ട് വന്നു. അന്നേരവും ഞാൻ നിലവിളക്ക് കൊടുത്ത് സ്വീകരിച്ചു. ഇതിലെവിടെയാണ് എൻ്റെ കുറ്റമുള്ളത്? എനിക്ക് കുറ്റം ആയിട്ടൊന്നും ഇല്ലല്ലോ. ഇത് കാർത്തിക എന്ന് പറയുന്നത് ഞാനായിട്ട് കണ്ടുപിടിച്ച പെണ്ണല്ല, അവൻ അവൻ്റെ ഇഷ്ടപ്രകാരം കൊണ്ടുവന്നതല്ലേ. അപ്പോൾ അവൻ്റെ ഇഷ്ടത്തിന് എതിര് അല്ലല്ലോ ഞാൻ ചെയ്യുന്നത് എന്നിങ്ങനെ ചോദിക്കുകയാണ്. അന്നേരവും രാഘവൻ നായർ ഇങ്ങനെ പുച്ഛഭാവത്തോടെയൊക്കെ നോക്കിയാണ്. ശ്യാമയൊക്കെ ആകെ ദേഷ്യപ്പെട്ട് നിൽക്കുകയാണ്. വിഷ്ണുവും കാർത്തികയാണെങ്കിൽ ഇരുന്നങ്ങ് വിയർക്കുകയാണ്. തുടർന്ന് പറയുന്നുണ്ട്, എൻ്റെ മകൻ അവൻ ഇഷ്ടപ്പെട്ട പെണ്ണിൻ്റെ കൂടെ തന്നെ ജീവിക്കും, ഇനി ആരെതിർത്താലും ഈ സത്യഭാമയുണ്ടാകും അവൻ്റെ കൂടെ എന്ന് പറയുകയാണ്. അന്നേരം വിഷ്ണു അങ്ങ് ദയനീയമായിട്ട് നോക്കുകയാണ്. ആ ഒരു നാടകമൊക്കെ ആയതുകൊണ്ട് ഇവരെ പരസ്പരമൊക്കെ നോക്കുന്നുണ്ട്. കാർത്തികയെ നന്നായിട്ട് വിയർക്കുകയൊക്കെ ചെയ്യുന്നുണ്ട്, ഇങ്ങനെ വിയർപ്പൊക്കെ തുടക്കുകയൊക്കെ ചെയ്യുകയാണ്. തുടർന്നും ആശാനെയും ഇങ്ങനെ കമലം വിളിക്കുകയാണ്. അന്നേരം എന്താ നീ പറയാൻ വരുന്നത്? ദേ കണ്ണ് തുറന്ന് നോക്ക്, നിൻ്റെ ഏട്ടത്തി അമ്മയാണ് ഇവിടെ ഇരിക്കുന്നത്, അതാണ് നിൻ്റെ ഏട്ടത്തിയമ്മ. ഏട്ടത്തിയമ്മ അവിടെ കണ്ടു ഇവിടെ കണ്ടു എന്നും പറഞ്ഞിട്ട് കാല് വെന്ത നായയെ പോലെ നീടന്ന് ഓടുമായിരുന്നല്ലോ, ഇനി അതൊന്നും വേണ്ട, കണ്ണ് നിറച്ച് കാണ് എന്ന് പറയുക. അന്നേരം രാഘവൻ നായർക്ക് അങ്ങോട്ട് ദേഷ്യം വരുന്നുണ്ട്. രാഘവൻ നായർ പറയുകയാണ്, നോക്കടാ നോക്ക്, ശ്രീരാമചന്ദ്രനും സീതാദേവിയും അല്ലേ ഇരിക്കുന്നത്, നീയല്ലേ ഭക്ത ഹനുമാൻ, അങ്ങോട്ട് ചങ്ക് പിളർന്ന് കാണിച്ചു കൊടുക്ക് എന്ന് പറയുകയാണ്. അന്നേരം കളിയാക്കിയാണ് പറയുന്നതെന്ന് സത്യഭാമയ്ക്ക് മനസ്സിലാകുകയാണ്. അന്നേരം അത്ര കളിയാക്കലൊന്നും വേണ്ട, അവൻ കണ്ടുപിടിച്ച പെണ്ണല്ലേ എന്നൊക്കെ പറഞ്ഞ് സത്യഭാമ കാർത്തികയാണ് തൻ്റെ മരുമകളെന്ന് പറഞ്ഞ് എല്ലാവരെയും കൺവിൻസ് ചെയ്യിക്കുകയാണ് അവിടെ ചെയ്യുന്നത്. പക്ഷേ ആർക്കും എതിർക്കാനോ ഒന്നും സാധിക്കുന്നില്ല. സത്യഭാമ പറഞ്ഞ കാര്യങ്ങളൊക്കെ ശരി തന്നെയാണല്ലോ. വിഷ്ണു കൊണ്ടുവന്ന പെണ്ണിനെ സത്യഭാമ സ്വീകരിക്കുകയും ചെയ്തു. അപ്പോൾ സത്യഭാമയുടെ ഭാഗത്ത് അവിടെ തെറ്റുമില്ല. തുടർന്ന് സത്യഭാമ കസേരയിലേക്ക് ഇരുന്നിട്ട് ചോദിക്കുന്നുണ്ട്, എവിടെ വെച്ചായിരുന്നു നിങ്ങളുടെ വിവാഹമെന്ന്. അന്നേരം വിഷ്ണുവും കാർത്തികയും പരസ്പരം നോക്കുകയാണ്. കമലിന് ബാക്കി എല്ലാവരും ശ്രദ്ധിക്കുകയാണ്. വിഷ്ണു ആദ്യമൊക്കെ ഒന്ന് തപ്പുന്നുണ്ട്. അന്നേരം ചോദിച്ചത് കേട്ടില്ലേന്ന് സത്യഭാമ ഒന്നുകൂടി ചോദിക്കുമ്പോൾ എന്താ അമ്മ ചോദിച്ചതെന്ന് ഒന്നുകൂടി ചോദിക്കുകയാണ്. ഉത്തരം കണ്ടെത്താനുള്ള വെപ്രാളമാണ് വിഷ്ണുവിനവിടെ. അന്നേരം അല്ല എവിടെ വെച്ചായിരുന്നു നിങ്ങളുടെ വിവാഹമെന്ന് ഒന്നുകൂടി പരസ്പരം നോക്കിയിട്ട് മഹാദേവ ക്ഷേത്രത്തിൽ വെച്ച് എന്നിങ്ങനെ പറയുകയാണ്. അന്നേരം ഏത് മഹാദേവ ക്ഷേത്രത്തിൽ എന്ന് ഭാമ ചോദിക്കുമ്പോൾ പാലോട് മഹാദേവ ക്ഷേത്രമില്ലേ അവിടെ വെച്ചാണ് എന്നിങ്ങനെ പറഞ്ഞങ്ങൊപ്പിക്കുകയാണ്. അന്നേരം രാഘവൻ നായർ പറയുകയാണ്, ഓ ശ്രീരാമൻ്റെ അമ്പലമായിരുന്നു കുറച്ചുകൂടി നല്ലതെന്നിങ്ങനെ കളിയാക്കുകയാണ്. അന്നേരം രാഘവേട്ട എന്നിങ്ങനെ വിളിക്കുമ്പോൾ ഓ എന്ന് പറഞ്ഞിട്ട് രാഘവൻ നായർ ദേഷ്യത്തോടെ അങ്ങ് തിരിഞ്ഞിരിക്കുകയാണ്. നാട്ടുകാരാരാന്ന് വെച്ചാൽ ചോദിക്കാൻ ഇങ്ങോട്ട് വന്നോട്ടെ, അവരുടെ വായടപ്പിക്കാനൊക്കെ എനിക്കറിയാം എന്നൊക്കെ പറഞ്ഞിങ്ങനെ ഭാമ ഇങ്ങനെ ആകെ ദേഷ്യത്തിലിരിക്കുകയാണ്. ഈ സമയത്താണ് ശാലിനിയുടെ വണ്ടി സത്യഭാമയുടെ വീട്ടിൻ്റെ മുറ്റത്തേക്ക് കയറുന്നത്. അന്നേരം ജില്ലാ കളക്ടർ എന്ന് എഴുതിയ ആ ബോർഡ് കാണുമ്പോൾ എല്ലാവരും ഇങ്ങനെ നോക്കിയാണ്. കമലം ചാടി അങ്ങ് എഴുന്നേൽക്കുന്നുണ്ട്, വിഷ്ണു അങ്ങ് എഴുന്നേൽക്കുകയാണ്. തുടർന്ന് ശാലിനിയും ശാരദാമ്മയും കൂടി കാറിൽ നിന്ന് ഇറങ്ങിയിട്ട് അമ്മർത്തേക്ക് കയറുന്നുണ്ട്. അന്നേരം വിഷ്ണു അങ്ങ് ഫ്രണ്ടിലേക്ക് വരുന്നുണ്ട്. വിഷ്ണുവിൻ്റെ ഫ്രണ്ടിലേക്ക് തന്നെ ശാലിനിയും ചെല്ലുകയാണ്. സങ്കടത്തോടു കൂടി ശാലിനി ഇങ്ങനെ ആദ്യം വിഷ്ണുവിനെ നോക്കുന്നുണ്ട്. അതിനുശേഷം കാർത്തികയെ നോക്കുകയാണ്. ഇങ്ങനെ അടിമുടി നോക്കുന്നുണ്ട്. കാർത്തികയുടെ കഴുത്തിൽ താലിയൊക്കെ ശ്രദ്ധിക്കുകയാണ്. അങ്ങനെ കാർത്തിക അങ്ങ് എഴുന്നേൽക്കുന്നുണ്ട്. പക്ഷെ കാർത്തികയ്ക്ക് ശാലിനിയുടെ മുഖത്ത് നോക്കാനായിട്ട് സാധിക്കുന്നില്ല. വിഷ്ണു ഇങ്ങനെ സങ്കടത്തോടെ നോക്കിക്കൊണ്ട് നിൽക്കുകയാണ് ശാലിനി. അതേ ഒരു അവസ്ഥയിൽ തന്നെയാണ് ശാലിനിയെ നിൽക്കുന്നത്. തുടർന്ന് വിഷ്ണുവിൻ്റെ മുഖാമുഖം വന്ന് നിന്നിട്ട് വിഷ്ണുവേട്ടാ എന്നിങ്ങനെ ശാലിനി വിളിക്കുകയാണ്. അന്നേരം വിഷ്ണു ഇങ്ങനെ നോക്കുകയാണ്. തുടർന്ന് സത്യഭാമയ്ക്കാണെങ്കിൽ ആകെ അങ്ങോട്ട് ദേഷ്യം വരുന്നുണ്ട്. സത്യഭാമ വിഷ്ണുവിനെ അങ്ങ് മാറ്റിയിട്ട് ശാലിനിയുടെ ഫ്രണ്ടിലേക്ക് വിഷ്ണു നിന്ന ആ സ്ഥാനത്തേക്ക് ഇങ്ങനെ വരികയാണ്. കൂടും
കുടുക്കയും ഒക്കെ എടുത്തുകൊണ്ട് തമ്പുരാട്ടി ഇങ്ങോട്ട് പോന്നോ, എൻ്റെ മകൻ്റെ ഭാര്യയുടെ മുഖത്ത് നോക്കാനായിട്ട് നിനക്ക് എന്ത് യോഗ്യതയാണ് ഉള്ളത് എന്നിങ്ങനെ പറയുകയാണ്. അന്നേരം വിഷ്ണുവിന് ആകെ അങ്ങ് വിഷമം വരുന്നുണ്ട്. ബാക്കി എല്ലാവർക്കും അങ്ങ് വിഷമം വരികയാണ്. അന്നേരം ശാലിനി ഇങ്ങനെ കാർത്തികയെ നോക്കുന്നുണ്ട്. പക്ഷേ കാർത്തിക അങ്ങ് മുഖം കുനിച്ച് കളയുകയാണ്. ഈ സമയത്ത് ഈ ശാലിനിയുടെ വണ്ടിയുടെ പിന്നാലെ മധുശ്രീയും വന്നിട്ടുണ്ടായിരുന്നു. തൊട്ടുപിറകിൽ കാറ് നിർത്തുന്നുണ്ട്. അന്നേരം ഉമ്മർത്ത് എല്ലാവരെയും കണ്ടിട്ട് ഇവിടെ നിൽക്കുന്നത് ശരിയല്ല എന്ന് പറഞ്ഞിട്ട് കാറങ്ങ് ഗേറ്റ് വഴി അങ്ങ് പുറത്തേക്ക് ഇറങ്ങിയിട്ട് വേറൊരു വാതിൽ കൂടി മധുശ്രീ ആണെങ്കിൽ ഈ മുറ്റത്തേക്ക് കയറുന്നുണ്ട്. എന്നിട്ട് കാറിൻ്റെ മറവിൽ നിന്നുകൊണ്ട് ഇതെല്ലാം അങ്ങോട്ട് ശ്രദ്ധിക്കുകയാണ്. തുടർന്ന് ശാലിനി പറയുകയാണ്, ഞാനിവിടെ ഒരു പ്രശ്നമുണ്ടാക്കാനായിട്ട് വന്നതല്ല സത്യാമ്മേ, എനിക്ക് എൻ്റെ ഭർത്താവിനോടൊന്ന് സംസാരിക്കണം, അതിന് ഈ നാട്ടിലെ നിയമം അനുവദിക്കുന്നുണ്ട് എന്ന് പറയുമ്പോൾ സത്യഭാമയ്ക്ക് അങ്ങോട്ട് ദേഷ്യം അങ്ങോട്ട് തിളക്കുകയാണ്. നീ എന്നെ നിയമം പഠിപ്പിക്കുന്നോടി എന്നും പറഞ്ഞ് ശാലിനി അടിക്കാനായിട്ട് സത്യഭാമ ഇങ്ങനെ കൈ ഓങ്ങുകയാണ്. പക്ഷേ ശാലിനി അങ്ങ് നിശ്ചലമായിട്ട് തന്നെ നിൽക്കുന്നുണ്ട്. ഒരു കണ്ണിമ പോലും ചിമ്മുന്നില്ല. ബാക്കി എല്ലാവരും അന്തം വിട്ട് നോക്കുകയാണ്. പക്ഷെ പെട്ടെന്നാണ് സത്യഭാമയ്ക്ക് ഓർമ്മ വരുന്നത്, അന്ന് കളക്ട്രേറ്റിൽ ചെന്നപ്പോൾ ശാലിനി ദേഷ്യത്തോടു കൂടി ആ സജി എന്ന് പറയുന്ന ഓഫീസറോട് ഇങ്ങനെ മേശപ്പുറത്തൊക്കെ അടിച്ച് ചാടി എഴുന്നേറ്റതും ഒക്കെ കളക്ടറാണ് എന്നുള്ള ബോധം അപ്പോഴാണ് സത്യഭാമയ്ക്ക് വന്നത്. സത്യഭാമ ഇങ്ങനെ കൈ ഉയർത്തി ഇങ്ങനെ തന്നെ നിൽക്കുന്നുണ്ട്. അന്നേരം ശാലിനി നല്ല സ്റ്റഡി ആയിട്ട് തന്നെ നിൽക്കുകയാണ്. അന്നേരം ഭാമ നീ എന്ത് വിവരക്കേടായി കാണിക്കുന്നത് എന്നിങ്ങനെ രാഘവൻ നായർ ചോദിക്കുകയാണ്. അന്നേരം ദേഷ്യത്തോടെ ഭാമ അങ്ങ് തൻ്റെ കൈ അങ്ങ് തന്നിലേക്ക് തന്നെ അങ്ങ് അടിക്കുകയാണ്. അടിച്ചങ്ങ് ദേഷ്യം അങ്ങ് കാണിക്കുകയാണ്. ശാലിനി അടിച്ചതുപോലെ തന്നെ അങ്ങ് കാണിച്ചിട്ട് അങ്ങ് മാറുന്നുണ്ട്. തുടർന്ന് ശാലിനി ആണെങ്കിൽ വിഷ്ണുവിൻ്റെ അടുത്തേക്ക് ചെല്ലുകയാണ്. തുടർന്ന് ശാലിനിയാണെങ്കിൽ വിഷ്ണുവിനോട് ചോദിക്കുകയാണ്, പലതും ഞാൻ കേട്ടു, ആ കാതിൽ തീ മഴയായിട്ടാണ് അതൊക്കെ വന്ന് പതിച്ചത്. ഇവിടെ വന്ന് ഇറങ്ങുമ്പോഴും ഞാൻ വിചാരിച്ചു അതൊക്കെ സത്യമാകരുത് എന്ന് പ്രാർത്ഥിച്ചുകൊണ്ടാണ് ഞാൻ വന്നത് എന്ന് പറഞ്ഞിട്ട് വിഷ്ണു ആണെങ്കിൽ കാർത്തികയെ ഇങ്ങനെ അടിമുടി നോക്കുന്നുണ്ട്. വിഷ്ണു ഒന്ന് ശ്രദ്ധിക്കുകയാണ്, ശാലിനി തന്നെ ശ്രദ്ധിച്ച് നിൽക്കുകയാണ്. തുടർന്ന് ശാലിനി ആണെങ്കിൽ വിഷ്ണുവിൻ്റെ കാലിലേക്ക് അങ്ങ് വീഴുകയാണ്. എന്നിട്ട് അങ്ങ് വിഷ്ണുവിൻ്റെ കാല് കെട്ടിപ്പിടിച്ച് അങ്ങ് കരയുകയാണ്. ഇതൊക്കെ സത്യമല്ലെന്ന് പറ വിഷ്ണുവേട്ടാ, ഞാൻ 6 വർഷം അകന്ന് നിന്നതിനുള്ള ശിക്ഷയാണ് ഇതൊക്കെ, വെറുതെ വിഷ്ണുവേട്ടൻ കളിക്കുന്ന നാടകമാണെന്ന് പറ വിഷ്ണുവേട്ടാന്നും പറഞ്ഞ് വിഷ്ണുവിൻ്റെ കാലും പിടിച്ച് കരയുന്നുണ്ട്. കൈയൊക്കെ പിടിച്ചങ്ങ് കരയുകയാണ്. അന്നേരം വിഷ്ണുവിന് ആകെ അങ്ങ് സങ്കടം വരുന്നുണ്ട്. സത്യഭാമ ഇതെല്ലാം പുച്ഛഭാവത്തോടെ നോക്കിക്കൊണ്ടിരിക്കുകയാണ്. അന്നേരം ബാക്കി എല്ലാവരും സങ്കടത്തോടു കൂടി ഈ ശാലിനിയുടെ കരച്ചിലൊക്കെ നോക്കിക്കൊണ്ടിരിക്കുകയാണ്. വിഷ്ണുവിന് ആകെപ്പാടെ അങ്ങ് സങ്കടം വരുന്നുണ്ട് ശാലിനിയുടെ കരച്ചിൽ കണ്ടിട്ട്. സത്യമല്ലെന്ന് പറ വിഷ്ണുവേട്ടാന്നും പറഞ്ഞ് ഇങ്ങനെ വിഷ്ണുവിൻ്റെ കൈ പിടിച്ച് ഇങ്ങനെ കുലുക്കുകയാണ് താഴെ ഇരുന്നുകൊണ്ട്. തുടർന്ന് വിഷ്ണു ആണെങ്കിൽ ഇങ്ങനെ കാർത്തികയെ നോക്കുമ്പോൾ പറയരുത് എന്നിങ്ങനെ കാർത്തികയാക്കുകയാണ്. അന്നേരം വിഷ്ണു അങ്ങ് ആകെ അങ്ങ് നിശ്ചലായിട്ട് തന്നെ നിൽക്കുന്നുണ്ട്. തുടർന്ന് മോളെ എന്തായി കാണിക്കുന്നത്, എഴുന്നേക്ക് എന്ന് പറഞ്ഞ് ശാരദാമ്മ വന്ന് ശാലിനിയെ പിടിച്ച് എഴുന്നേൽപ്പിക്കുകയാണ്. പക്ഷേ എന്നിട്ട് ശാലിനി ഇന്നും കരയുകയാണ്. വിഷ്ണുവിൻ്റെ കവിളിലേക്കൊക്കെ പിടിക്കുകയാണ്. എന്നിട്ട് ചോദിക്കുകയാണ്, 6 വർഷം ഞാൻ ഇവിടെ നിന്ന് മാറി നിന്നപ്പോഴും എൻ്റെ ജീവശ്വാസം ഇവിടെ വെച്ചിട്ടാണ് ഞാൻ പോയത്. വിഷ്ണുവേട്ടനുണ്ടോ, ഉറങ്ങിയോ അതോ ഇനി എന്തെങ്കിലും അസുഖം വന്ന് ആശുപത്രിയിലാണോ എന്നൊക്കെയായിരുന്നു എൻ്റെ ചിന്ത. അന്ന് മുതൽ നമ്മൾ സ്നേഹിച്ചിട്ടല്ലേ ഉള്ളൂ, നമ്മൾ രണ്ടല്ലല്ലോ ഒന്നായിരുന്നില്ലേ, പിന്നെ എപ്പോഴാണ് ഇതിനൊക്കെ ഇടർച്ച വന്നത്, എപ്പോഴാണ് വിഷ്ണുവിൻ്റെ മനസ്സ് പതറിപ്പോയത് എന്നൊക്കെ ചോദിക്കുകയാണ്. അന്നേരം വിഷ്ണുവിന് അങ്ങ് ഉത്തരവില്ല. വിഷ്ണുവിന് ആകെ സങ്കടം, വിഷ്ണുവിൻ്റെ കണ്ണീരൊക്കെ വരുന്നുണ്ട്. വിഷ്ണു ശാലിനി കാണാതെ തുടക്കുകയൊക്കെ ചെയ്യുന്നുണ്ട്. ശാരദാമ്മയും ബാക്കി എല്ലാവരും സങ്കടത്തോടെ, ശ്യാമയ്ക്ക് ആകെയും കരച്ചിൽ വരുന്നുണ്ട്. പിള്ളയും പൊന്നി എല്ലാവരും സങ്കടത്തോടെ നോക്കിക്കൊണ്ട് നിൽക്കുകയാണ്. ശാലിനിയുടെ കരച്ചിലും വിഷ്ണുവിനോടുള്ള അപേക്ഷയും ഒക്കെ കണ്ടിട്ട് വീണ്ടും വിഷ്ണുവിനെ കുലുക്കുക, ഷർട്ടിൻ്റെ കോളറിനൊക്കെ പിടിക്കുന്നുണ്ട് ശാലിനി. എന്നിട്ടും ചോദിക്കുകയാണ്, 6 വർഷം ഞാനിവിടെ നിന്ന് മാറി നിന്നപ്പോൾ എൻ്റെ ശ്വാസം ഇവിടെ വെച്ചിട്ടാണ് ഞാൻ പോയത്. വിഷ്ണുവേട്ടൻ എന്നെ കാത്തിരിക്കും. അതിനുശേഷം 6 വർഷത്തിന് ശേഷം ഞാനിവിടെ വന്നപ്പോൾ എൻ്റെ അവസ്ഥ എന്തായിരുന്നെന്ന് വിഷ്ണുവേട്ടൻ അറിയാമോ? 6 വർഷത്തോളം പ്രാണവായു ശ്വാസം കിട്ടാതിരുന്ന ഒരു ജീവനിലൂടെ ഒരു പ്രാണവായു കടന്നു പോകുമ്പോഴുള്ള ആനന്ദമില്ലേ, അതാണ് ഞാൻ അനുഭവിച്ചത്. അങ്ങനെയല്ലേ നമ്മൾക്ക് രണ്ടാകാനായിട്ട് സാധിക്കുമോ? പിന്നെ ഇതൊക്കെ ഒരു നാടകമല്ലേ, പറ വിഷ്ണുവേട്ടാന്നും പറഞ്ഞ് ശാലിനി അങ്ങ് പൊട്ടി ഏങ്ങലടിച്ച് കരയുകയും വിഷ്ണുവിനെ കുലുക്കി പിടിച്ച് ഓരോരോ ചോദ്യങ്ങൾ ചോദിക്കുകയൊക്കെ ചെയ്യുകയാണ്. എന്നിട്ട് വിഷ്ണു ഇങ്ങനെ മനസ്സിൽ പറയുന്നുണ്ട്, അങ്ങനെ വിഷ്ണു മാറണം എന്നുണ്ടെങ്കിൽ വിഷ്ണു മരിക്കണം. ഇതൊക്കെ തന്നെ കൊണ്ട് സത്യം പറയിപ്പിക്കാനുള്ള ഒരു നാടകം മാത്രമാണ്. പക്ഷെ എനിക്ക് അത് പറയാനായിട്ട് നിവൃത്തിയില്ലല്ലോ ശാലിനി എന്ന് പറയുകയാണ്. തുടർന്ന് ശാലിനി ഓരോരോ ചോദ്യങ്ങൾ അങ്ങ് വിഷ്ണുവിനോട് ചോദിക്കുകയാണ്. എന്നെ പിന്നെ ഇതൊക്കെ കള്ളമാണെന്ന് പറയേ, എന്നെ ഉപേക്ഷിക്കരുത്, ഇതൊക്കെ വെറുതെയാണ് എന്നൊക്കെ പറയുമെന്നും പറഞ്ഞ് ഓരോരോ കാര്യങ്ങൾ ശാലിനി ഇങ്ങനെ വീണ്ടും വീണ്ടും പറഞ്ഞുകൊണ്ടിരിക്കുകയാണ്. തുടർന്ന് വീണ്ടും വിഷ്ണുവിൻ്റെ കാലിലേക്ക് അങ്ങ് ശാലിനി വീഴുന്നുണ്ട്. അങ്ങ് അവിടെ ഇരുന്ന് അങ്ങ് കരയുകയാണ്. എന്നിട്ട് വിഷ്ണുവിന് ഇങ്ങനെ ശാലിനിയെ പിടിക്കണമെന്നുണ്ട്. ശാലിനിയുടെ തലയുടെ മോൾ ഭാഗത്തേക്ക് വിഷ്ണു ഇങ്ങനെ കൈ പോകുന്നുണ്ട്. പക്ഷേ വിഷ്ണു ഒരു നിമിഷം അങ്ങ് മടിക്കുകയാണ്. സത്യം അറിയാൻ വേണ്ടിയാണല്ലോ. പക്ഷേ ശാലിനിയുടെ കരച്ചിലൊക്കെ കണ്ടിട്ട് ശാലിനിയേക്കാൾ സങ്കടമോത്തോടെ അവിടെ നെഞ്ച് തകരുന്ന വേദനയോടുകൂടി വിഷ്ണു അങ്ങ് നോക്കി നിൽക്കുകയാണ്. വിഷ്ണുവിന് നന്നായി കരയും സങ്കടമൊക്കെ വരുന്നുണ്ട്. കൈയൊക്കെ അങ്ങ് ചുരുട്ടി പിടിച്ച് കൂടെ കണ്ണുകളൊക്കെ ഇറുക്കി അടയ്ക്കുന്നുണ്ട്. ദേഷ്യവും സങ്കടവും ഒക്കെ അങ്ങ് വിഷ്ണു അമർത്തി പിടിക്കുകയാണ്.
ഇതൊക്കെ. പക്ഷേ സത്യഭാമയാണെങ്കിൽ ഒരു പുച്ഛഭാവം ഇവളെന്തുമായി കാണിക്കുന്നു എന്നുള്ള രീതിയിൽ, മധുശ്രീ ആണെങ്കിൽ ആ കാറിൻ്റെ മറവിൽ നിന്നുകൊണ്ട് ഇതെല്ലാം കേട്ടുകൊണ്ടിരിക്കുകയാണ്. ഇവളെ അടിച്ച് പുറത്താക്കുന്നത് എനിക്ക് കാണണമെന്നും പറഞ്ഞ് നിൽക്കുകയാണ്. ഭാമ ശാലിനിയെ പുറത്താക്കുന്നത് നോക്കി നിൽക്കുകയാണ്. ഇത്രയുമാണ് എപ്പിസോഡിൽ കാണിക്കുന്നത്. അപ്പോൾ ഇനിയിപ്പോൾ എന്തായാലും വിഷ്ണു ഒരക്ഷരം മിണ്ടുന്നില്ല, ശാലിനിയോട് മിണ്ടുന്നില്ല. ശാലിനിയുടെ ചോദ്യങ്ങൾക്കൊന്നും വിഷ്ണുവിന് ഉത്തരവുമില്ല. അതുകൊണ്ടാണ് വിഷ്ണു മിണ്ടാത്തതൊക്കെ. അത്രയുമേ പുതിയ എപ്പിസോഡിലെ വിശേഷങ്ങളുള്ളൂ. അപ്പോൾ ഇനി അടുത്ത എപ്പിസോഡിലായിരിക്കും ശാലിനി എന്തെങ്കിലുമൊക്കെ പറയുമായിരിക്കും. അപ്പോൾ സത്യഭാമ വീണ്ടും ഓരോരോ ചോദ്യങ്ങൾ ചോദിക്കും. അന്നേരം ശാലിനിക്ക് എന്തോ തലകറക്കവും അങ്ങനെ എന്തോ സുഖമില്ലായ്മയൊക്കെ വരും. പിന്നീടാണ് വിഷ്ണു ഒരു സ്വപ്നമൊക്കെ കാണുന്നത്, ശാലിനിയെക്കുറിച്ച് ഓരോ സ്വപ്നങ്ങൾ കാണുന്നതും പിന്നീട് വീട്ടിൽ പോയി ശാലിനിയുടെ വീട്ടിലേക്ക് വിഷ്ണു പോകുന്നതും സത്യങ്ങളൊക്കെ വിഷ്ണു അവിടെ വെച്ച് അറിയും. അങ്ങനെയൊക്കെയുള്ള എപ്പിസോഡുകളൊക്കെ ഇനി വരും. ഓക്കെ, താങ്ക്